കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനും ഛത്തീസ്ഗഡ് സർക്കാരിനുമെതിരെ ഇരിങ്ങാലക്കുട രൂപതയുടെ ഇടയലേഖനം. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധമുണ്ടായിട്ടും കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല എന്നാണ് ഇടയലേഖനത്തിൽ വിമർശിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി വാക്കുപാലിച്ചുവെന്ന ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവന ഇരിങ്ങാലക്കുട ബിഷപ്പ് തള്ളിക്കളഞ്ഞു. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മലയാളികളായ രണ്ട് സന്യാസിനികളെ അന്യായമായ കുറ്റങ്ങൾ ആരോപിച്ച് ജയിലിലടച്ചത് വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇരിങ്ങാലക്കുട രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലാണ് ഇടയലേഖനം വായിച്ചത്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചുവെങ്കിലും നിയമക്കുരുക്കിലകപ്പെട്ട അവസ്ഥ പ്രതിഷേധാർഹമാണെന്ന് ഇടയലേഖനം ചൂണ്ടിക്കാട്ടി. ഒരിക്കലും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ മതപരിവർത്തന നിയമവും മനുഷ്യക്കടത്തും ആരോപിച്ച് ഒരാഴ്ചയോളം അകാരണമായി ജയിലിലടയ്ക്കപ്പെട്ട ഈ രണ്ട് സമർപ്പിതർക്കും ജാമ്യം ലഭ്യമായാലും തുടർന്നും നിയമക്കുരുക്കുകളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥ ഏറെ പ്രതിഷേധാർഹമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വാക്കുപാലിച്ചുവെന്ന തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ പ്രസ്താവന ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ തള്ളി. നിലപാട് സഭാധ്യക്ഷന്മാരാണ് പറയേണ്ടതെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു. സഭയുടെ പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ സഭാധ്യക്ഷന്മാര് വ്യക്തമായിട്ട് പ്രകടമാകും. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അഭിപ്രായങ്ങളെക്കുറിച്ച് വിലയിരുത്താനോ അതിനെക്കുറിച്ച് വിമർശിക്കാനോ അനുകൂലിക്കാനോ ഞാൻ തയ്യാറല്ല. ചാലക്കുടിയിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. കോഴിക്കോട് താമരശ്ശേരി രൂപതകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. വൈദികരും വിശ്വാസികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അവരുടെ കൈകൾ വിലങ്ങു വയ്ക്കാൻ, അവരുടെ കൈകൾ വിലങ്ങു വയ്ക്കാൻ. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.